നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മൾ പഴയുടെ രുചി. കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കുന്നല്ലേ? അതെ, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സൗണ്ട് കുറച്ച് സംസാരിക്കും. സൗണ്ട് കുറച്ച് ഏട്ടൻ മസാല ദോശയും ഞാൻ ചീസ് ദോശയും ഓർഡർ ചെയ്തിട്ടിരിക്കുക. പക്ഷെ സാധനം വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. എൻ്റെ ചീസ് ദോശയും ഏട്ടൻ്റെ മസാല ദോശയും വന്നു. രണ്ടും വന്നു. ഒരു കർമ്മമുണ്ട്. എന്താണ് കർമ്മം? നമ്മൾ കഴിക്കണം. അല്ല, ഷോട്ടിലേക്കുള്ള വീഡിയോ എടുക്കണം. അതെ. എങ്ങനെയുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചീസാട്ടോ, ഫുള്ള് ചീസാ. ഫുള്ള് ചീസാ. അകത്ത് ഫുള്ള് ചീസല്ലേ? എൻ്റെ മസാല ദോശ ഞാൻ ഇത് പൊളിച്ച് കൊള്ളാം കേട്ടോ. നല്ല മസാല ദോശയാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല. നമ്മൾ കുറേ വർഷമായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കഴിച്ചേ. മസാല ദോശ ഉണ്ട്. ഞാൻ ചട്നിയും 2 സൈസ് ചട്നിയുണ്ട്. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ 3 ട്രൈ ചെയ്ത് നോക്കി. ആണോ? ഞാൻ ട്രൈ ചെയ്തില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ചമ്മന്തിക്ക് എന്തൊരു ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കഴിച്ചോട്ടെ. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വെളുത്തുള്ളി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനത്തെ ചട്നി. വെളുത്തുള്ളിയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഈ മസാലയില്ലേ, മസാലയും കൊള്ളാം. ഒന്ന് കഴിച്ചു നോക്കേ. എടുത്ത് ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഞാൻ മസാല ദോശ, ഞാൻ എന്താ നമ്മുടെ ചീസ് ദോശ കഴിക്കുക. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചീസ് ദോശ കൊള്ളാൻ കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഞാനാദ്യം പറഞ്ഞു നമുക്ക് 2 പേർക്ക് വരണം, ഒരേ കണക്കിൽ മേടിച്ചാലോ. ഏട്ടൻ പറഞ്ഞു വേണ്ട, 2 മേടിച്ച് നോക്കാം. 2 മേടിച്ചാൽ മതിയെന്നോ. എനിക്ക് ചീസ് ദോശ കഴിച്ചിട്ടേ നമ്മളൊരു പിസ്സ അല്ലേ, പിസ്സയുടെ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സാമ്പാറും ഇഷ്ടപ്പെട്ടു, പിന്നെ ഈ ചട്നി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാ ചട്നിയുടെ ഇഷ്ടപ്പെട്ടില്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. കൂടുതലും ഇഷ്ടപ്പെട്ട ഇതാ. എങ്ങനെയുണ്ട് മസാല ദോശ? എങ്ങനെയുണ്ട് മസാല ദോശ? കൊള്ളാം. മസാലയ്ക്ക് ടേസ്റ്റ് വ്യത്യാസമല്ലേ? കൊല്ലത്ത് കിട്ടുന്ന ടൈപ്പല്ലോ. കൊല്ലത്ത് കിട്ടുന്ന ടൈപ്പല്ല. അതാ ഞാൻ പറയാം, വ്യത്യാസമുണ്ട്. അത് ഒരു ദോശയും കൂടെ പറഞ്ഞിട്ട് ഗീ റോസ്റ്റ് എടുത്തിട്ട് ഹാഫ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതേ പക്ഷേ നമുക്ക് പാവ് ബജി മേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം മെനു നോക്കിയപ്പോഴാണ് പാവ് ബജി മതിയത്. അതിനിടയ്ക്ക് നമ്മുടെ ചായ വന്നു കേട്ടോ. ചായ കുടിച്ചല്ലോ? ചായ കുടിച്ചില്ല. വലിയ മെനു, ഒരുപാട് മെനു ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അടിപൊളിയാണ്. ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ, ഇഷ്ടം പോലെ. അങ്ങനെ ഞങ്ങളൊരു നെയ് റോസ്റ്റ് അല്ലേ പറഞ്ഞു? നെയ് റോസ്റ്റ് പറഞ്ഞു, അത് വന്നു. ഏട്ടൻ ട്രൈ ചെയ്ത് നോക്കി, ഏട്ടന് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യൊക്കെ ഉണ്ട്, നല്ല നെയ്യ്. അത് മാത്രമല്ല, ഞാൻ ഏത് ദോശ എടുത്താലും നല്ല ക്രിസ്പി ദോശ. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട് ദോശയ്ക്ക്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം ഇന്ന് നമ്മൾ സാധിച്ചു. അതെ, പകുതി അച്ഛനും ടേസ്റ്റ് ചെയ്ത് നോക്ക്. പകുതി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെ. അതെ, നല്ല ക്രിസ്പിയാ. സൗണ്ട് കേട്ടോ. മതിയല്ലോ? മതി. വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു. സത്യം, വയറ് നിറഞ്ഞ് മനസ്സ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഇത് നമ്മൾ എടുത്തെടുത്ത് പറയുമോ? കാര്യം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട സാധനം. അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് വേണ്ടി ദോശ മേടിക്കാൻ തോന്നുന്നല്ലേ? അതെ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മേടിച്ചത്. മെയിനായിട്ട് അതുകൊണ്ടാണ് മേടിച്ചത്. അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. എന്നുവെച്ചാൽ ഈ സാമ്പാറും മറ്റേ ചമ്മന്തിയും കൊള്ളത്തില്ലെന്നല്ല, അതിനും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇവരെ രണ്ടുപേരെയും ഈ ചമ്മന്തി തോപ്പിച്ചോളാം. വെള്ളം കുടി. ആ വെള്ളത്തിനും ടേസ്റ്റ് ഉണ്ട്. സംസാരിച്ചപ്പോഴും മണ്ടേക്കര പോയി. ചായ എങ്ങനെയുണ്ട്? നല്ല ചായ അല്ലേ? എനിക്ക് ചായ ഇഷ്ടപ്പെട്ടു. പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് എന്തായാലും ഒരു സ്പൂട്ട് കൂടെ. അതെ, അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അച്ഛൻ ഇത് വെളിയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലല്ലേ? എടുക്കാൻ പറ്റില്ല. അന്നേരത്തേക്ക് ഒരാൾ ഇങ്ങോട്ട് വന്നു. അപ്പം അവരെ നമ്മൾ എടുക്കണ ഇതല്ലല്ലോ, അതുകൊണ്ട് എടുത്തില്ല. ചേട്ടൻ പയ്യെ പോകുന്നു. ഏട്ടൻ സ്പീഡിന് കൊണ്ടൊന്ന് വൈകിർത്തി, അത് കാരണം എടുക്കാൻ പറ്റിയില്ല. ഒരു മിനിറ്റ്, എങ്ങനെയുണ്ടായിരുന്നു ആഹാരം? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇവിടെ സദ്യ ഉണ്ട്. മിനി സദ്യ എല്ലാ ദിവസവും ഉണ്ട്. മിനി സദ്യക്ക് 160 രൂപ. അല്ലാതെ പഴയുടെ സ്പെഷ്യൽ സദ്യ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? അതിനിപ്പോൾ നമുക്ക് ഞായറാഴ്ച ടോക്കൺ എടുക്കണമെന്ന് പറഞ്ഞു വന്നു. അതെ, ടോക്കൺ എടുത്ത് ഞായറാഴ്ച നമുക്ക് ടോക്കൺ എടുത്തു. എനിക്കൊന്ന് ഇത് സത്യം പറഞ്ഞ ആ ചമ്മന്തിക്ക് വേണ്ടി ആ ദോശ കഴിച്ചു. രണ്ടാമത് നമ്മൾ മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തി, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മള് ഏട്ടൻ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്യണം. എന്തോ സംഭവം മാറ്റണോന്നൊക്കെ. അതിനിപ്പോൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേടിക്കാൻ അടച്ചു കാണും. നമുക്കൊരു കാര്യം ചെയ്യാം,
നമുക്കൊരു ഇൻവൈറ്റ് കിട്ടിയായിരുന്നു മറ്റേ അവിടെ ഇനോഗ്രേഷനിൽ. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഓക്കെ. അങ്ങനെ നമ്മൾ പഴയിടം രുചിയിൽ നിന്ന് ഇറങ്ങി. ഉത്സവം കാണാൻ വേണ്ടിട്ട് വന്നതാ. അതെ, നമ്മുടെ കുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിന് വന്നു. പക്ഷേ എനിക്കൊരു സംശയം, ഞങ്ങൾ ഇവിടെ അവിടെ കണ്ട ഫ്ലോട്ട് 2-3 ഫ്ലോട്ടും അതെല്ലാം അങ്ങോട്ട് പോയി, കുറെ എണ്ണം അപ്പുറത്തോട്ടും പോയി, അതായത് മെയിൻ റോഡ് വഴിയും പോയി, ഈ വഴിയും പോയി. അതെന്താന്ന് എന്റെ അടുത്ത് ചോദിക്കല്, എനിക്കറിയില്ല. ചിലപ്പോ അതുവഴി അങ്ങനെ വരാനായിരിക്കും. ആണോ? ഉറപ്പാണോ? അതുവഴി വരുമായിരിക്കും. ആയിരിക്കും. കാരണം ഞങ്ങള് പണ്ട് അമ്പലത്തിൽ വരുമ്പോഴത്തേക്കും ഞങ്ങള് താലപ്പൊലി എടുക്കാൻ പോകുമല്ലോ. അപ്പൊ ഞങ്ങള് ആ ഏത് അമ്പലത്തിൽ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്ന ആ അമ്പലത്തിൽ പോകത്തേ ഉള്ളൂ. ഇതൊന്നും അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. ആനയുണ്ട്, എനിക്ക് ആനയെ കാണണം. 2 ആനയുണ്ട്. നമുക്ക് പോയാലോ? നമുക്ക് പോവാം. ഇതാണ് കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഭദ്രകാളി ദേവി നമ്മുടെ അമ്പലത്തിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഫ്ലോട്ടൊക്കെ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്, ഇതുണ്ടോ? നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ചിലപ്പോ ഇത് അമ്പലത്തിലെ പോവുമായിരിക്കും, അല്ലെങ്കിൽ താലപ്പൊലിയുടെ കൂടെ വരാനുമായിരിക്കും, അറിയില്ല. അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ എത്താറായി. ഇതാണ് അമ്പലം. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നല്ലേ? അതെ, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ട കിടക്കുന്നുണ്ടാ, ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടാ, പനമ്പട്ട. ഇതാണ് ഇവിടെ ഇപ്പം വലിയ ഇറക്കില്ല, എല്ലാരും മറ്റേ താലപ്പൊലി എടുക്കാനായിട്ട് പോയി കാണും. അതുകൊണ്ടാ. അപ്പൊ നമുക്ക് കേറി തൊഴുതിട്ട്, അമ്പലം തുറന്നാണല്ലോ? തുറന്നല്ലോ. തൊഴുതിട്ട് തോറ്റമ്പാട്ടുണ്ടല്ലേ? ഉണ്ട്. അതാ ഞാൻ കണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാലേ, ഇവിടെ ഫ്രണ്ടില് ഇത് വെച്ചേക്കുന്നുണ്ട്, ഈ കെട്ടിയേക്കുന്ന തോറ്റമ്പാട്ടിന് വേണ്ടിട്ടല്ലേ? ഇതിനകത്തിരുന്ന് ഓക്കെ. ഇനിയിപ്പോ അകത്ത് പോയിട്ട് നമ്മള് കണ്ട 2 ആനയാ. 2 ആനയാണോ? 2 ആനയും 3 ഫ്ലോട്ടും അല്ലേ? 4 ഫ്ലോട്ട്. 4 ഫ്ലോട്ടം കണ്ടിട്ടുണ്ടോ? ഓർമ്മയില്ല. നമ്മള് അപ്പർ സൈഡിലും ഇപ്പർ സൈഡിലും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പം വരുമ്പോഴത്തേക്ക് താലപ്പൊലി ആയിട്ട് വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാണാൻ വേണ്ടി ഞാൻ വഴി പറഞ്ഞു തരണം അല്ലേ? എനിക്ക് വഴി അറിയാം. നിനക്ക് വഴി അറിയാവോ? ഞാനല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. 2 ഫ്ലോട്ട് കണ്ട്, ഇനി ബാക്കിയൊക്കെ എവിടെ കാണുമെന്ന് അറിയത്തില്ല. ഉത്സവം കാണാൻ വന്നിട്ടേ കറക്റ്റായിട്ട് വഴി അറിഞ്ഞൂടാ. എനിക്ക് അമ്പലം അറിയാം, പക്ഷേ ഘോഷയാത്ര പോകുന്ന വഴി എവിടേക്കാന്ന് അറിയാം. വഴി എനിക്കറിയാം. പണ്ട് നമ്മള് താലപ്പൊലി പോകുമ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇത് വേറെ ടീമാ. ഞാൻ ഒരുപാട് ക്ലബ്ബല്ലേ? ക്ലബ്ബല്ല, ഓരോ ടീമായിട്ടുണ്ട്. യൂണിഫോം ഒക്കെ ഉണ്ട്. ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു ടീം ഞാൻ കണ്ട്. പണ്ടൊന്നും ഇതില്ലായിരുന്നല്ലോ. ഓരോരുത്തർക്കും ഓരോ യൂണിഫോമാ. ഇതിനിടയിൽ നമുക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ട് കേട്ടാ. അതെ, എവിടേക്ക് വരുവാണ് നമുക്ക് കാണിച്ചു കൊടുക്കാം. സംഭവം ഇപ്പൊ ഈ ടീമിന്റെ ഒരു ഡിജെയും പിന്നെ എന്തൊക്കെയുള്ള 2 ഫ്ലോട്ടും ചെണ്ടമേളം ഒക്കെയാണ്. പിന്നെ പേപ്പർ പോപ്പർ നമ്മൾ കണ്ടില്ല. റോഡിലൊക്കെ കിടക്കുന്നുണ്ട്. അതിനിപ്പോ നമുക്ക് അടുത്തടുത്തോട്ട് പോയി നോക്കാം. ഓക്കെ.